നമ്മുടെ സെയിന്റ് കിഡ്സിൽ പിള്ളേർ നമ്മളോട് വന്ന് പറയുന്നു മാമിനെ കൊണ്ട് ആ പാട്ട് പഠിക്കണം ഈ പാട്ട് പഠിക്കണം. സോ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ദേവലക്ഷ്മി അമ്മേനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. Come on, show your love, come on. ഇപ്പം പ്ലേ ഇല്ലേ ഇന്ററാക്ഷൻ സെക്ഷനാ. നമസ്കാരം. 13ാമത്തെ വയസ്സിൽ മ്യൂസിക് ഡയറക്ടറായി. കാസിനോ എന്ന ചിത്രത്തിൽ സഖിയ എന്നൊരു മനോഹരമായ ഗാനം. എങ്ങനെയായിരുന്നു അതിലേക്ക് ഒരു എൻട്രി? ഇല്ല, അത് ആക്സിഡൻ്റലി ഉണ്ടായതാണ്. ലൈക്ക് റോഷൻ ആൻഡ്രോസും എൻ്റെ അച്ഛനും ഒക്കെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സോ ഫാമിലി ഗെറ്റ് ടുഗദറിൽ വെച്ചിട്ട് പാട്ടെടുത്ത്. അപ്പോൾ പേച്ച് അങ്ങനെ വലിയ കഥയൊന്നും ഇല്ല എന്ന് പറയും. നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുവാണെങ്കിൽ ചേർത്തലയിൽ പള്ളിപ്പുറം എന്ന ഗ്രാമത്തിൽ നിന്നാണ് മാം വരുന്നത്. ഇടയ്ക്ക് ചെന്നൈയിലായിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാനാണോ അതോ ചെന്നൈയിലേക്ക് തിരിച്ചു പോകാനാണോ? ഇവിടെ തന്നെ കൂടുക. അതെല്ലേ, ഗ്രാമത്തിലെ ആ വൈബാണ് ഇഷ്ടം. പിന്നല്ല ഒരു നിറഞ്ഞ കൈഡിക്കുമോ? ഇവിടെ ഇരിക്കുന്ന പകുതി പേർക്ക് അറിയുമോന്ന് എനിക്കറിയത്തില്ല. 2017 മാമിന്റെ മാരേജ് നടന്നത്. ലവ് മാരേജ് ആയിരുന്നു കേട്ടോ, ലവ് മാരേജ് ആയിരുന്നു. നമ്മുടെ പ്രൊഫഷണൽ ഡ്രമ്മറായ ഗണേഷ് വെങ്കിട്ടരാമണിയാണ് ഹസ്ബൻഡ്. ആ ലവ് സ്റ്റോറി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പറയാമോ? ഓക്കെ, ഒരു 2-3 വർഷം മുന്നേ, അല്ല 3-4 വർഷം മുന്നേ എൻ്റെ ഫസ്റ്റ് വർക്ക് തോണി ഇറങ്ങി. തോണി എന്ന് പറഞ്ഞിട്ട് ഇൻഡിപെൻഡൻറ്റ് വർക്ക് ഇറങ്ങി. സോ അത് കണ്ടിട്ട് ലൈക്ക് ഗണേഷിൻ്റെ ഫാനായി. ഗണേഷ് എന്ന പേര്. അപ്പോൾ എനിക്ക് ഗണേഷിനെ അറിയത്തില്ല. ഗണേഷ് ചെന്നൈയിലാണ്, എനിക്ക് ആളെ ഒരു പരിചയമില്ല. സോ അന്ന് ഫാനായി കഴിഞ്ഞിട്ട് ഗണേഷിൻ്റെ ലാപ്ടോപ്പിൻ്റെ വാൾപേപ്പറൊക്കെ എൻ്റെ ഫോട്ടോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ ഞാനൊരു ഷോയ്ക്ക് ചെന്നപ്പോൾ അവൻ വന്നിട്ട് സെൽഫിക്ക് എടുത്തു. ഫാനാന്ന് പറഞ്ഞ സെൽഫിക്ക് എടുത്തു. അതും കഴിഞ്ഞ് പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ 2017 ബിഗിനിങ്ങിൽ എന്തോ അവൻ ഡ്രംസ് പ്ലേ ചെയ്ത് ഞാൻ കേട്ടു. സോ അപ്പോൾ ഞാൻ ഒരു ഡ്രമ്മറെ തപ്പി നടക്കായിരുന്നു. സോ ഇവൻ ആദ്യം എൻ്റെ പാട്ട് ഇറങ്ങുന്ന സമയത്ത് ഓൾറെഡി എനിക്ക് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവന് ഡ്രമ്മിങ് കേട്ടിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചു. അപ്പോൾ അവൻ പ്ലേ ചെയ്യാൻ വന്നപ്പോൾ വേറൊരു ബോയ് ഫ്രണ്ട് ആയിരുന്നു. മറ്റവൻ എനിട്ടിട്ട് പോയി. അപ്പോൾ അന്ന് ഗണേശൻ്റെ കൂടെ പ്ലേ ചെയ്ത ഷോ കഴിഞ്ഞിട്ട് അത് രാത്രി ഡിന്നർ കഴിക്കാൻ പോകുന്ന എൻ്റെ അപ്പോഴത്തെ ബോയ് ഫ്രണ്ടും ഗണേശൻ ഞാനും കൂടെയാണ്. അപ്പോൾ അതേ ഷോയിൽ ഗിറ്റാർ വായിച്ചത് അതിൻ്റെ മുന്നത്തെ ബോയ് ഫ്രണ്ടാണ്. സോ ഇത് മൊത്തം ഒരു സമ്മേളനമായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ബോയ് ഫ്രണ്ട് ഉള്ളപ്പോൾ ഞാനും ഗണേഷും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സായി. അപ്പോൾ അവൻ ഭയങ്കര മിസ്ട്രീറ്റിംഗ് ആയിരുന്നു, ഭയങ്കര പുച്ഛം, ഭയങ്കര കല്യാണം കഴിക്കുന്ന വെച്ചപ്പോൾ അവൻ പറഞ്ഞു കല്യാണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗണേഷ് പറഞ്ഞു പിന്നെ എന്തിനാ വച്ചുകൊണ്ടിരിക്കുന്ന ഇട്ടിട്ട് പോരെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞൊരു കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ഈ കഥകളൊന്നും അറിയില്ല കേട്ടോ, ഇവൻ്റെ മനസ്സിലൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 2017 ഏപ്രിലിൽ ഞങ്ങൾ ഡേറ്റ് ചെയ്ത് തുടങ്ങി. 17 ജൂണിൽ എൻഗേജ്മെന്റ് ആയി. നവംബറിൽ കല്യാണം കഴിച്ചു. സോ റീസെന്റ് കുസാറ്റിലെ മാമിന്റെ ഒരു കൺസേർട്ട് ഞങ്ങൾ കണ്ടായിരുന്നു. കൊച്ചി കണ്ട ഏറ്റവും മികച്ച മാമിന്റെ ലൈഫിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കൺസേർട്ട് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഇമ്പാക്ട്, പുതിയ ഷോസ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? കുസാറ്റിലെ ഷോ ഭയങ്കര അടിപൊളിയായിരുന്നു. കുസാറ്റില് ജീവിതത്തിൽ ഷോ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ മെസ്സേജസ് വന്ന് ആകെ അവൻ്റെ ഫോണൊക്കെ ഹാങ് ആയത് കുസാറ്റിലെ ഷോ കഴിഞ്ഞിട്ട്. ഭയങ്കര അടിപൊളി ഷോ ആയിരുന്നു, ഭയങ്കര ക്രൗഡായിരുന്നു. സോ ഭയങ്കര സ്പെഷ്യൽ ഷോ. സെയിന്റ് കിഡ്സിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ മാമിന്റെ ആ പാട്ട് കേൾക്കാനാണ്. ഏത് പാട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക്? ആരോ വെച്ചില്ല, അത് തന്നെ ആ പാട്ട് ഇനി കേൾക്കാം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ആ പാട്ടിലേക്ക് നമുക്ക് പോകാം.